ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടി നീയും. തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടി നീയും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. കൂട്ടിനായാരും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടി നീയും. കൂടെ സഹിപ്പാനാരുമില്ലെന്നാലും ഭയപ്പെടേണ്ടി നീയും. തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 വചനം ഇങ്ങനെ പറയുന്നു: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം ആകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഭയപ്പെടേണ്ട എന്ന ഒരു വാക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ 365 പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെന്താണ് അങ്ങനെ പറയുന്നതിന് കാരണം? നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം ഭയപ്പെടുന്ന ഒത്തിരി ജീവിത സാഹചര്യങ്ങൾ നമ്മെ അഭിമുഖീകരിക്കും. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ സാമ്പത്തികമായോ ആരോഗ്യപരമായോ മറ്റേതെങ്കിലും വിധത്തിൽ മറ്റേതെങ്കിലും വ്യക്തികളെ ഭയപ്പെടുകയോ മരണഭയമോ അങ്ങനെ ഏതെങ്കിലും ഭയത്താൽ നിങ്ങൾ ഇരിക്കുന്നവരാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന് പറയാനുള്ളത് നിങ്ങൾ ഭയപ്പെടേണ്ട. ഇങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്: ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട എന്നൊരാൾ പറയുമ്പം അതിനകത്ത് അതിൻ്റെ പിന്നിലൊരു കാര്യം കൂടുണ്ട്. ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഒരു കുഞ്ഞ് സ്കൂളിൽ നിന്ന് ഭയന്ന്, അവരുടെ സ്കൂളിലുള്ളൊരു കുഞ്ഞിനെ ഭയന്ന് ആ വീട്ടിൽ വരുന്നെങ്കിൽ തിരിച്ച് ആ പിതാവിൻ്റെ കൈ പിടിച്ച് സ്കൂളിലോട്ട് പോകുമ്പോൾ ആ കുഞ്ഞിനെ ഭയന്ന് ഇരുന്ന ആ കുഞ്ഞ് അവൻ്റെ പിതാവിൻ്റെ കൈ പിടിച്ചിരിക്കുമ്പോൾ അവൻ്റെ ഭയം മാറുന്നു. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭയം മാറുന്നു. മാതാപിതാക്കളുടെ കൂടെ നിൽക്കുമ്പോൾ ഭയം മാറുന്നു. സ്നേഹിതരുടെ കൂടെ നിൽക്കുമ്പോൾ ഭയം മാറുന്നു. എന്നാൽ ഈ മാറിപ്പോകുന്ന ലോകത്തിൽ പ്രിയപ്പെട്ടവർ മാറിപ്പോകുമ്പോൾ അവർ കൂടെ നിൽക്കുമ്പോൾ നമുക്കങ്ങനെ ഒരു ധൈര്യം ലഭിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും മാറാത്ത, ഒരിക്കലും നമ്മളെ മറക്കാത്ത സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനാം യേശു ക്രിസ്തു നിൻ്റെ കൂടെ നിൽക്കുന്നു എന്നൊരു ഉറപ്പ് ഇന്ന് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരു സാഹചര്യങ്ങളെയും ഒരു വിഷയങ്ങളെയും കണ്ട് ഭയന്ന് മാറി നിൽക്കത്തില്ല. ഇവിടെ പറയുകയാണ്, ഭയപ്പെടേണ്ട കാര്യമില്ല. കാര്യം എന്താ? ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഇന്ന് കർത്താവ് പറയാം, നിങ്ങളൊരു രോഗത്തിൻ്റെ അവസ്ഥയിലാണോ, നിങ്ങളൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണോ, ഒരു വിഷയത്തിൻ്റെ മുഖത്താണോ, ആരെയോ ഭയന്നാണോ നിങ്ങളിരിക്കുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് ആശങ്കയോടോ ഭയത്തോടോ ആണോ ഇരിക്കുന്നത്, പറയാം, നീ ഭയപ്പെടേണ്ട. കാര്യം ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അവിടെ പറയണം, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. എന്നിട്ട് പറയാം, ഭ്രമിച്ച് നോക്കണ്ട. യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. 14 അധ്യായത്തിൽ പറയാണ്, ദൈവത്തിൽ വിശ്വസിക്കേ,
എന്നിലും വിശ്വസിക്ക്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ സ്ഥലം ഒരുക്കാൻ പോവാം. നിങ്ങൾ പേടിക്കരുത്, ഭയപ്പെടരുത്. പേടിച്ച് വാതിലടച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു വന്ന്, യോഹന്നാന്റെ സുവിശേഷം 20-19 വാക്യങ്ങളിൽ പറയാം, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ അരുമനാഥനായ കർത്താവിനെ ക്രൂശിച്ച് കല്ലറയിലാക്കിയിരിക്കുക. ആ ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് ഒരു വാതിലടച്ചിരിക്കുകയാണ്, ഭയന്നിരിക്കുകയാണ്. അവരുടെ നടുവിൽ വന്നിട്ട് വാതിൽ മുഴുവൻ അടഞ്ഞിരിക്കുമ്പോൾ അവരുടെ നടുവിൽ യേശു വന്ന് നിന്നുകൊണ്ട് പറയണം, നിങ്ങൾക്ക് സമാധാനം. യെസ്. എന്നിട്ട് കൈയും വിലാപ്പുറവും കാണിച്ചു. ഈ കൈയുടെ മുറിപ്പാട് നിങ്ങളുടെ വിടുതലിന് വേണ്ടി, നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയമായ രോഗത്തിൻ്റെ അവസ്ഥയായിക്കോട്ടെ, സാമ്പത്തിക പ്രതിസന്ധി ആയിക്കോട്ടെ, നിങ്ങൾക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കുകയാണോ, ഭയന്നിരിക്കുകയാണോ? കർത്താവ് പറയാം, ഭയപ്പെടരുത്. കാര്യം എന്താ? മറ്റ് സഹായിക്കാൻ വയ്യാത്ത ആളുകളല്ല ഞാൻ കൂടെ നിൽക്കുന്നത്, മനുഷ്യരല്ല കൂടെ നിൽക്കുന്നത്. സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, നിത്യനായ ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ, മരിച്ചതിനെ ജീവിപ്പിക്കുന്ന കർത്താവ് ഇന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട? ഭയപ്പെടണ്ട. കർത്താവ് കൂടുണ്ട്. എന്നിട്ട് പറയണം, ഭ്രമിച്ച് നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാനാണ് നിൻ്റെ ദൈവം. എന്നിട്ട് പറയണം, ഞാൻ നിന്നെ എന്ത് ചെയ്യും? ഞാൻ നിന്നെ ശക്തീകരിക്കും. ലോകം മുഴുവൻ നിങ്ങളെ തള്ളിക്കളയും, ലോകം മുഴുവൻ നിങ്ങളെ തള്ളിപ്പറയും, പക്ഷെ കർത്താവ് നിങ്ങളെ ശക്തീകരിക്കും. എന്നിട്ട് പറയാണ്, ഞാൻ നിന്നെ സഹായിക്കും. എല്ലാ സഹായങ്ങളും പ്രതീക്ഷ സ്ഥലത്ത് സഹായം ലഭിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടെല്ലാം ആ സഹായമൊന്നും ലഭിക്കാതെ ഭാരത്തോടാണ് ഇന്ന് കേൾക്കുന്നത്. ഞാൻ സഹായിക്കുമെന്നൊരാൾ പറയാം, ഞാൻ നിങ്ങളെ സഹായിക്കും. യേശുവിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. കാരണം ജീസസ് ഈസ് എലൈവ്, ജീസസ് ഈസ് റിയൽ. യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്കായി ജീവിക്കുന്നു. യേശു ക്രിസ്തുവിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. എന്നിട്ട് കർത്താവ് പറയാം, എൻ്റെ നീതിയുള്ള വലം കൈ. ഈ ലോകത്തിലെ കൈകളൊക്കെ നീതിയില്ലാത്തതാണെങ്കിൽ യേശുവിൻ്റെ കൈ നീതിയുള്ള വലം കൈയാണ്. ഈ മുറിവേറ്റ കരം നീതിയുള്ളതാണ്. ആ കൈ കാണിച്ചിട്ടാണ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത്. കർത്താവ് പറയാം, ആ വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് പറഞ്ഞാൽ നിന്നെ വീഴാൻ സമ്മതിക്കത്തില്ല. എന്നൊന്ന് വിശ്വസിക്കാമോ? കർത്താവ് കൂടുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് ഭയന്ന് ചില സാഹചര്യങ്ങളെ, ചില രോഗത്തെ, ചില അവസ്ഥകളെ, തലമുറകളോട്ട് ഒത്തിരി ഭയന്ന് ഭാരത്തോടെ, സാമ്പത്തിക വിഷയത്തിൽ ഭയന്ന് ഭാരത്തോടെ, മരണഭയത്തോടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുന്നുണ്ട്. അവർ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഭയം ഇവരിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഒരു വലിയ സ്വർഗീയ സമാധാനവും സന്തോഷവും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. സകല മഹത്വവും അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്.